ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് മൈക്രോസ്കോപ്പി. മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഞാൻ ഈ വീഡിയോയിൽ ഈ ചാനലിൽ ഞാൻ ഏകദേശം ഒരു 7 പാർട്സ് ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്. ഈ മൈക്രോസ്കോപ്പി എന്ന് പറയുന്ന ടോപ്പിക്കിനെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ പാർട്ട് 1 ആണ് നമ്മൾക്ക് ആദ്യം നോക്കാം. പാർട്ട് 1 നമ്മൾ പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് മൈക്രോസ്കോപ്പിയാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ്, മൈക്രോസ്കോപ്പുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസും ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ അത്തരത്തിലുള്ളൊരു പാർട്ടാണ് പാർട്ട് 1. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മൈക്രോസ്കോപ്പ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ സറൗണ്ടിങ് എൻവയോൺമെൻറ്റിൽ ഒരുപാട് ബാക്ടീരിയ, വൈറസ്, അങ്ങനെ ഒരുപാട് മൈക്രോബ്സ് ഉണ്ട്. പക്ഷേ ഇതൊന്നും നമുക്ക് നമ്മുടെ നേക്കഡ് ആയിട്ടുള്ള ആയിക്കൊണ്ട് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഈ മൈക്രോബ്സിനൊക്കെ എന്തുണ്ട്? സെല്ലുലാർ ആയിട്ടുള്ള പ്രോസസ്സ് ഉണ്ട്. സെൽ ഡിവിഷൻ, DNA റെപ്ലിക്കേഷൻ, ഇങ്ങനെ ഒരുപാട് പ്രോസസ്സുകളും ഉണ്ട്. എന്നാൽ ഇതിൻ്റെയൊക്കെ മൈക്രോബ്സിൻ്റെയൊക്കെ സ്റ്റഡീസ് നമ്മൾ നടത്തുന്നതിന് വേണ്ടിയിട്ട്, മൈക്രോബ്സിൻ്റെ സ്റ്റഡീസ് നടത്തുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു ഫീൽഡാണ് ശരിക്കും മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൈക്രോസ്കോപ്പിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ മൈക്രോബ്സിൻ്റെയൊക്കെ സ്റ്റഡീസും മറ്റും കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൈക്രോബ്സ് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷ്യസ് ആയിട്ടും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മൈക്രോബ്സിന് എന്തായാലും സ്റ്റഡി ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് നേക്കഡ് ആയിട്ടുള്ള ആയിക്കൊണ്ട് കാണാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മൾ എന്തിൻ്റെ ഹെൽപ്പ് തേടുന്നു? മൈക്രോസ്കോപ്പിൻ്റെ. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോസ്കോപ്പി നോക്കാം. മൈക്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ഫീൽഡ് ഓഫ് യൂസിങ് മൈക്രോസ്കോപ്പാണ് ടു മാഗ്നിഫൈ ആൻഡ് എക്സാമിൻ മൈന്യൂട്ട് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ ദാറ്റ് ആർ നോട്ട് വിസിബിൾ ടു അൺഎയ്ഡഡ് ഹ്യൂമൻ ഐ. അതായത് നമ്മുടെ നേക്കഡ് ആയിട്ടുള്ള ഐ കൊണ്ട് കാണാൻ സാധിക്കാത്ത അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ മാഗ്നിഫൈ ചെയ്തിട്ട് എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കൽ ഫീൽഡാണ് ഓഫ് യൂസിങ് മൈക്രോസ്കോപ്പ്. അതിന് വേണ്ടി നമ്മൾ മൈക്രോസ്കോപ്പിനെ യൂസ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ മൈക്രോസ്കോപ്പി എന്ന് വിളിക്കുന്നത്. ഇനി ഈ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒപ്റ്റിക്കൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാഗ്നിഫൈഡ് ആയിട്ടുള്ള വിഷ്വലാണ്. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിക് ആയിട്ടുള്ള ഇമേജസ് ആണ് മൈന്യൂട്ട് ആയിട്ടുള്ള ഒബ്ജക്ട്സിൻ്റെ. ദേ നോട്ട് ഓൺലി പ്രൊവൈഡ് മാഗ്നിഫൈഡ് ഇമേജ് ഓഫ് ദി ഒബ്ജക്റ്റ്, അതായത് ഒബ്ജക്റ്റിൻ്റെ മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ് മാത്രമല്ല അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, ബട്ട് ഓൾസോ ഗീവ് ഇൻക്രീസ്ഡ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ മാഗ്നിഫൈഡ് അതുപോലെ തന്നെ റെസൊല്യൂഷൻ രണ്ട് വാക്ക് വന്നില്ലേ. മാഗ്നിഫൈഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നോക്കുന്നത് മൈന്യൂട്ട് ആയിട്ടുള്ള ഒബ്ജക്റ്റാണ്. അപ്പോൾ നമ്മൾക്ക് അവിടെ ആ ഒബ്ജക്റ്റിനെ എൻലാർജ് ചെയ്ത്, അതായത് വലുതാക്കി കാണിക്കുക, അതിൻ്റെ ഇമേജിനെ അത്രയും വലുതാക്കി കാണിക്കുക, അതിനെയാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ മാഗ്നിഫൈഡ് എന്നൊക്കെ പറയുന്നത്. മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ മാഗ്നിഫൈഡ് ഇമേജ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ ആ ഒബ്ജക്റ്റിൻ്റെ ഇമേജിനെ വലുതാക്കി കാണിക്കുക എന്നതാണ്. ഇനി എന്താ റെസൊല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ ഇമേജ് എന്ന് പറയുന്ന ഫോം ചെയ്യുന്ന ഇമേജ് ഉണ്ടല്ലോ, ക്ലിയർ ഇമേജ് ആയിരിക്കും, അത്രയും ക്ലാരിറ്റി ഉണ്ടായിരിക്കുക, അതാണ് റെസൊല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റെസൊല്യൂഷൻ ഈസ് ദ എബിലിറ്റി ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ടു ക്ലോസ്ലി അഡ്ജസൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്. രണ്ട് തൊട്ടടുത്ത് കിടക്കുന്ന പോയിൻറ്റ്സിനെ തമ്മിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ, അതായത് വേർതിരിച്ച് കാണിക്കാൻ പറ്റുന്ന ആ ഒരു എബിലിറ്റിയാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ രണ്ട് ക്ലോസ്ലി അഡ്ജസൻ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ എങ്ങനെ സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആയിട്ടാണ് കാണിക്കുന്നത്, റാദർ ദാൻ വ്യൂവിങ് ദം ആസ് എ സിംഗിൾ യൂണിറ്റ്. അതായത് അത്രയും ക്ലോസ് ആയിട്ട് കിടക്കുന്ന രണ്ട് പോയിൻറ്റ്സിനെ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് കാണിക്കുക എന്നതിലുപരി രണ്ട് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് അല്ലെങ്കിൽ രണ്ട് ഡിഫറെൻറ്റ് ഒബ്ജക്റ്റായിട്ട് വേർതിരിച്ച് കാണിക്കാനുള്ള എബിലിറ്റിനെയാണ് എന്ത് പറയുന്നത്? റെസൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇനി മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് റിക്വയർഡ് ഫോർ റെസൊല്യൂഷൻ, അതായത് റെസൊല്യൂഷന് റിക്വയർ ചെയ്തിട്ടുള്ള ആവശ്യമായിട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, രണ്ട് പോയിൻറ്റ്സിനിടയിലുള്ള ഡിസ്റ്റൻസ് റിക്വയർഡ് ഫോർ ദി റെസൊല്യൂഷനാണ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അതായത് മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് റിക്വയർഡ് ഫോർ ദ റെസൊല്യൂഷൻ, അവരുടെ റെസൊല്യൂഷന് ആവശ്യമായിട്ടുള്ള ആ ഒരു മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സിനെ എന്ത് വിളിക്കുന്നു? ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് വിളിക്കുന്നു. ഇനി മൈക്രോസ്കോപ്സ് എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈവ് അതുപോലെ ഫിക്സഡ് സെൽസ് ആൻഡ് ടിഷ്യൂസിനെയൊക്കെ ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ മൈക്രോസ്കോപ്പിനെ യൂസ് ചെയ്യുന്നു. ലൈവായിട്ടുള്ള സെൽസിനെ നമ്മൾ വ്യൂ ചെയ്യുന്നത് 3 മെത്തേഡ്സ് വെച്ചിട്ടാണ് നമ്മൾ വ്യൂ ചെയ്യുന്നത്. വെറ്റ് മൗണ്ട് മെത്തേഡ്, ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡ് ആൻഡ് സ്മിയർ മെത്തേഡ്.
അതിൽ വെറ്റ് മൗണ്ട് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡ്രോപ്പ് ഓഫ് സെൽ സസ്പെൻഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു മൈക്രോസ്കോപ്പിക് സ്ലൈഡിൽ പ്ലേസ് ചെയ്യുന്നു, കവർ സ്ലിപ്പ് വെച്ച് നമ്മളതിനെ സീൽ ചെയ്യുന്നു, മൈക്രോസ്കോപ്പിക് ഒബ്സർവേഷൻ കണ്ടക്ട് ചെയ്യുന്നു. രണ്ടാമത്തേണ് ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് നമ്മളിവിടെ ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു മൈക്രോ സ്ലൈഡ് നമ്മൾ എടുക്കും. ആ മൈക്രോ സ്ലൈഡിന് ഒരു പ്രത്യേകത ഉണ്ട്, കോൺകേവ് ഡിപ്രഷൻ. കോൺകേവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉള്ളിലോട്ട് കുഴിഞ്ഞിരിക്കുന്ന ഇതിനെയാണ് നമ്മൾ കോൺകേവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കോൺകേവ് ആയിട്ടുള്ളൊരു ഡിപ്രഷൻ ഉള്ള ഒരു മൈക്രോ സ്ലൈഡാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ സെൽ സസ്പെൻഷൻ്റെ ഡ്രോപ്പ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് കവർ സ്ലിപ്പിലാണ്. മൈക്രോ സ്ലൈഡിലല്ല, കവർ സ്ലിപ്പിൽ പ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് ആ കവർ സ്ലിപ്പിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഡിപ്രഷനിലോട്ട് ആവുന്ന വിധത്തിൽ ഇൻവേർട്ടഡ് ഓവർ ദി ഡിപ്രഷൻ ഓഫ് മൈക്രോ സ്ലൈഡ്. ഓക്കെ, നമ്മളൊരു മൈക്രോ സ്ലൈഡ് എടുത്തു, ഹാവിങ് കോൺകേവ് ഡിപ്രഷൻ. നമ്മൾ ഡ്രോപ്പ് ഓഫ് സെൽ സസ്പെൻഷൻ പ്ലേസ് ചെയ്യുന്നത് കവർ സ്ലിപ്പിലാണ്. ദെൻ ദ കവർ സ്ലിപ്പ് ഈസ് ഇൻവേർട്ടഡ് ഓവർ ദ ഡിപ്രഷൻ ഓഫ് മൈക്രോ സ്ലൈഡ്. ദെൻ ഇറ്റ് ഈസ് ഇമേജിൻഡ് യൂസിങ് എ മൈക്രോസ്കോപ്പ്. ഓക്കെ, ഇനി സ്മിയർ മെത്തേഡിലാണെങ്കിൽ നമ്മൾ സെൽ സസ്പെൻഷൻ നമ്മൾ ഫസ്റ്റ് പ്ലേസ് ചെയ്യുന്നത് മൈക്രോ സ്ലൈഡിലാണ്. എന്നിട്ട് നമ്മളതിൻ്റെ ഒരു സ്മിയർ പ്രിപ്പറേഷനാണ് അവിടെ നടത്തുന്നത്. സ്മിയർ ആക്കാൻ അത്രയും അതിനെ തിന്നാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൽ സ്പ്രെഡ് ചെയ്യണം. ആ മൈക്രോ സ്ലൈഡിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി അത് പ്ലേസ് ചെയ്തിട്ടുള്ള മൈക്രോ സ്ലൈഡിൽ അതിനെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് മറ്റൊരു സ്ലൈഡ് യൂസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സെക്കൻഡ് സ്ലൈഡ് യൂസ് ചെയ്തിട്ട് അതിനെ കവർ ചെയ്യുന്നു. ദെൻ നമ്മൾ ഇമേജിൻ ചെയ്യുന്നു ബൈ മൈക്രോസ്കോപ്പ്. ഓക്കെ, അപ്പോൾ ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡിലൊരു ഡിപ്രഷൻ, കോൺകേവ് ഡിപ്രഷൻ ഉണ്ടായിരിക്കും. ആലോചിക്കുക, സ്മിയർ മെത്തഡിൽ നമ്മൾ സ്മിയറാണ് പ്രിപ്പയർ ചെയ്യുന്നത്. മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒബ്സർവേഷൻ ഓഫ് ദ ഫിക്സഡ് സെൽ ഇൻവോൾവ് ചെയ്യുന്നത് ഒരു സീരീസ് ഓഫ് കെമിക്കൽ പ്രോസസ്സിങ് അവിടെ ഉണ്ട്. അതായത് നമ്മൾ മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യാൻ പോകുന്ന ആ സെല്ലുണ്ടല്ലോ, കുറച്ച് പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത് മൈക്രോസ്കോപ്പിക് ഒബ്സർവേഷൻ. എന്തൊക്കെയാണ് പ്രോസസ്സ്? ഫിക്സേഷൻ ഉണ്ട്, ഡീഹൈഡ്രേഷൻ, എംബഡിങ് ഉണ്ട്, പിന്നെ സ്റ്റെയിനിങ് ഉണ്ട്, പിന്നെ മൗണ്ടിങ് ഉണ്ട്. ഫിക്സേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെല്ലിനെ സഡൻ ആയിട്ട് നമ്മൾ കില്ല് ചെയ്യാണ്. പക്ഷേ അവരുടെ ഫോം ആണെങ്കിലും ഷേപ്പ് ആണെങ്കിലും കെമിക്കൽ കോമ്പോസിഷൻസിനൊക്കെ നമ്മൾ അവിടെ പ്രിസർവ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ അക്കംപ്ലിഷ് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കെമിക്കൽ ഏജൻസ് ആണ്. അതായത് ഫിക്സേറ്റീവ്സിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ സഡൻ ഫ്രീസിങ് വഴിയൊക്കെയാണ് ഇത് ചെയ്യുന്നത്, ഫിക്സേഷൻ. ഇനി ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫിക്സഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിൽ നിന്ന് വാട്ടറിനെ റിമൂവ് ചെയ്യുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് കെമിക്കൽ ഏജൻസ്, അതായത് ഡീഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഏജൻസിനെ യൂസ് ചെയ്തിട്ട്. എംബഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പ്രോസസ് ബൈ വിച്ച് ഈ ഡീഹൈഡ്രേറ്റ് ആയിട്ടുള്ള മെറ്റീരിയലിനെ നമ്മൾ റിജിഡാക്കി മാറ്റുന്നു ബൈ കോട്ടിങ് ഇറ്റ് വിത്ത് ഹാർഡ് സബ്സ്റ്റൻസുമായിട്ട് കോട്ട് ചെയ്തിട്ട്. ഇനി സ്റ്റെയിനിങ് എന്ന് പറഞ്ഞാൽ എംബഡഡ് മെറ്റീരിയൽസ് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡൈ യൂസ് ചെയ്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കളർ ചെയ്യാണ് ചെയ്യുന്നത് ഫോർ ബ്രൈറ്റനിങ്, അല്ലെങ്കിൽ ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ഇറ്റ്സ് ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ്. അതായത് കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ഷെയ്ഡ്, അതായത് ഡാർക്ക് ആണോ ലൈറ്റ് കളറാണോ അങ്ങനെ അത് ഡിഫറെൻ്റ് ആയിട്ട് ആ സ്ട്രക്ചറിൽ നമുക്കിങ്ങനെ എടുത്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട്, ബ്രൈറ്റ് സൈഡും ഡാർക്ക് സൈഡും ഒക്കെ എടുത്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റെയിൻ ചെയ്യുന്നു, കളർ ചെയ്യുന്നു ബൈ സ്യൂട്ടബിൾ ഡൈ. ദെൻ മൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെയിൻ ചെയ്ത മെറ്റീരിയലിന് നമ്മളൊരു സ്ലൈഡിൽ സീൽ ചെയ്യുന്നു, ദെൻ കവർ ചെയ്യുന്നു വിത്ത് കവർ സ്ലിപ്പ്. ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെല്ലിനെ നമ്മൾ മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു എത്രത്തോളം എൻലാർജ് ചെയ്ത് കാണിക്കാൻ പറ്റും, അതിനെയാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ ഡിഗ്രി അറ്റ് വിച്ച് ദ ഇമേജ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് എൻലാർജ്ഡ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ യൂസ് ചെയ്യുന്ന ആ സ്പെസിമെൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റ്, അതിൻ്റെ ഇമേജിനെ എത്രത്തോളം നമുക്ക് എൻലാർജ് ചെയ്യാൻ പറ്റും, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് റേഷ്യോ ബിറ്റ്വീൻ ദ സൈസ് ഓഫ് ഇമേജ് ആൻഡ് ദാറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. അതായത് ഒബ്ജക്റ്റിൻ്റെ സൈസും ഇമേജിൻ്റെ സൈസും, അതായത് നമ്മളവിടെ എടുക്കുന്ന സ്പെസിമെൻ്റെ സൈസും നമ്മൾക്ക് അവിടെ ഫോം ചെയ്തിട്ടുള്ള ഇമേജിൻ്റെ സൈസും തമ്മിലുള്ള റേഷ്യോയാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി റേറ്റ് ഓഫ് മാഗ്നിഫിക്കേഷൻ, ഈ മാഗ്നിഫിക്കേഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇസ് പ്രൊപ്പോർഷണൽ ടു ദി പ്രോക്സിമിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ്. അതായത് ഒബ്ജക്റ്റിൻ്റെ പ്രോക്സിമിറ്റി ടു ദാറ്റ് ഓഫ് മാഗ്നിഫൈങ് ഒബ്ജക്റ്റീവ് ലെൻസ്. ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ മാഗ്നിഫിക്കേഷനും അതുപോലെ തന്നെ ഒബ്ജക്റ്റിൻ്റെ പ്രോക്സിമിറ്റിയും തമ്മിലുള്ള പ്രൊപ്പോർഷനാണ് എന്ത്, റേറ്റ് ഓഫ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ് ലെൻസൊക്കെ നമുക്ക് വഴിയെ നോക്കാം. ദെൻ ക്ലോസർ ദി ഒബ്ജക്റ്റ്
ഒബ്ജക്റ്റീവ് ലെസ് ടു ദി ഒബ്ജക്റ്റ് ദ ഹയർ വുഡ് ബി ദ മാഗ്നിഫിക്കേഷൻ. അതായത് നിങ്ങളിപ്പോൾ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്ത ആൾക്കാരായിരിക്കും, നിങ്ങൾക്കറിയാം നമ്മൾ മൈക്രോസ്കോപ്പ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എത്രത്തോളം ക്ലോസ് ആയിട്ട് നമ്മൾ ആ ഒബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്യുന്നോ അത്രത്തോളം അതിൻ്റെ സൈസ് വലുതായിരിക്കും. അതായത് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹയർ ആയിരിക്കും. അതാണ് ക്ലോസർ ദ ഒബ്ജക്റ്റീവ് ലെസ് ടു ദി ഒബ്ജക്റ്റിനോട് എത്രത്തോളം അടുത്താണ് നമ്മൾ നോക്കുന്നത്, വ്യൂവേഴ്സായി വെച്ച് നമ്മൾ മൈക്രോസ്കോപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുന്നതെന്ന് വെച്ചാൽ അത്രത്തോളം മാഗ്നിഫിക്കേഷൻ അവിടെ എന്തായിരിക്കും, വലുതായിരിക്കും, ഹയർ ആയിരിക്കും. അത്രത്തോളം ഇമേജിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഹയർ ആയിരിക്കും. ഇനി അപ്പോൾ ലാർജ് സൈസിൽ കാണുന്നു. ദെൻ മാഗ്നിഫൈയിങ് പവർ എന്ന് പറഞ്ഞാൽ എന്താ, സൈസ് ഓഫ് ദി റെറ്റിനൽ ഇമേജ് ഫോംഡ് ബൈ മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പിൽ ഫോം ചെയ്യുന്ന റെറ്റിനൽ ഇമേജിൻ്റെ സൈസ് ഡിവൈഡഡ് ബൈ സൈസ് ഓഫ് ദി റെറ്റിനൽ ഇമേജ് ഫോംഡ് ബൈ അൺഎയ്ഡഡ് ഐ. അതായത് മൈക്രോസ്കോപ്പിൽ ഫോം ചെയ്യുന്ന റെറ്റിനൽ ഇമേജിൻ്റെ സൈസ് ബൈ നമ്മുടെ അൺഎയ്ഡഡ് ആയിട്ടുള്ള ഐ കൊണ്ട് കാണുന്ന റെറ്റിനൽ ഇമേജിൻ്റെ സൈസാണ് മാഗ്നിഫൈയിങ് പവർ എന്ന് പറയുന്നത്. ഇനി ദ എഫിഷ്യൻസി ആൻഡ് പെർഫെക്ഷൻ ഓഫ് എ മൈക്രോസ്കോപ്പ് ഡിപ്പെൻഡ്സ് ഡിറക്ട്ലി ഓൺ ദ മാഗ്നിഫൈയിങ് ആൻഡ് റിസോൾവിങ് പവർ ഓഫ് ഇറ്റ്സ് ലെൻസ് സിസ്റ്റം. അതായത് എഫിഷ്യൻസി ആൻഡ് പെർഫെക്ഷൻ, അതായത് ഒരു മൈക്രോസ്കോപ്പ് എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ലെൻസ് സിസ്റ്റത്തിൻ്റെ റിസോൾവിങ് ആൻഡ് മാഗ്നിഫൈയിങ് പവറാണ്. അതായത് ആ ലെൻസിന് എത്രത്തോളം ആ ഇമേജിനെ എൻലാർജ് ചെയ്ത് കാണിക്കാൻ പറ്റും, എത്രത്തോളം ക്ലിയർ ഇമേജ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഈ രണ്ട് കാര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു മൈക്രോസ്കോപ്പിൻ്റെ പെർഫെക്ഷനും എഫിഷ്യൻസിയും നിൽക്കുന്നത്. ഇനി ഈ റിസോൾവിങ് പവർ എന്ന് പറയുന്നത് വളരെ ലോ ആണെങ്കിൽ ഇമേജ് ഓഫ് ക്ലോസ് ബൈ ഒബ്ജക്ട്സ് വുഡ് ഓവർലാപ്പ് മേക്കിംഗ് ദ വിഷൻ ബ്ലേർഡ് ആൻഡ് ഇൻഡിസ്റ്റിങ്ക്റ്റ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്നത് റിസോൾവിങ് പവർ കുറവായിട്ടുള്ള ഒരു ലെൻസ് ആണെങ്കിൽ അപ്പോൾ ആ മൈക്രോസ്കോപ്പിൽ ഫോം ചെയ്യുന്ന ഇമേജ് എന്ന് പറയുന്നത് അത്രയും അടുത്ത് കിടക്കുന്ന ഒബ്ജക്ട്സ് ആയിരിക്കും. അതിങ്ങനെ ഓവർലാപ്പ് ചെയ്തിട്ട് കാണുക, അതായത് വേറെ വേറെ കാണില്ല, ഓവർലാപ്പ് ചെയ്ത് കാണും. പിന്നെ നമുക്ക് കാണുന്ന വിഷൻ എന്ന് പറയുന്നത് ബ്ലറായിരിക്കും. ഓക്കെ, അതുപോലെ ഹൈ റിസോൾവിങ് പവർ ആണ് എന്നുണ്ടെങ്കിൽ അഡ്ജസൻ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് ഷാർപ്ലി ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ഈച്ച് അതർ. അത് അത്രയും എന്തായിരിക്കും, ഓരോ പോയിൻറ്റ്സും അത്രയും ക്ലോസ്ലി കിടക്കുന്ന ഒബ്ജക്ട്സ് ആയിക്കോട്ടെ, അത്രയും ക്ലോസ്ലി കിടക്കുന്ന പോയിൻറ്റ്സ് ആയിക്കോട്ടെ, അതൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഓരോന്നും കൃത്യമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നത്. അത്രയും ക്ലാരിറ്റി ഉണ്ടായിരിക്കും ആ ഇമേജിന് എന്നാണ് പറയുന്നത് റിസോൾവിങ് പവർ കൂടിക്കഴിഞ്ഞാൽ. ഇനി റിസോൾവിങ് പവർ ഓഫ് മൈക്രോസ്കോപ്പ്, അതായത് ഇറ്റ്സ് എബിലിറ്റി ഓഫ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ടു മെഷർ ദി ആംഗുലാർ സെപ്പറേഷൻ ഓഫ് അഡ്ജസൻറ്റ് പോയിൻറ്റ്സ് ഇൻ ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിലെ അഡ്ജസൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ആംഗുലാർ സെപ്പറേഷൻ ഓഫ് അഡ്ജസൻറ്റ് പോയിൻറ്റ്സ് മെഷർ ചെയ്യാനുള്ള ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ എബിലിറ്റിനെയാണ് നമ്മൾ റിസോൾവിങ് പവർ എന്ന് പറയുന്നത്. ശരിക്കും ഈ റിസോൾവിങ് പവർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് വേവ് ലെങ്ത് ഓഫ് ദ ഇലുമിനേറ്റിംഗ് ഏജൻറ്റ്. എന്താ ഇലുമിനേറ്റിംഗ് ഏജൻറ്റ്? നമ്മളിപ്പോൾ ഒരു സ്പെസിമെൻ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ യൂസ് ചെയ്യുന്ന എന്താണോ, ലൈറ്റ് ആണെങ്കിൽ ലൈറ്റാണ് അവിടുത്തെ ഇലുമിനേറ്റിംഗ് ഏജൻറ്റ്. ചില കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈറ്റ് ആകുമ്പോൾ അവിടെ എന്താ, ലൈറ്റ് മൈക്രോസ്കോപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലുമിനേറ്റിംഗ് ഏജൻറ്റ് എന്താണ്, ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ആ ഇലുമിനേറ്റിംഗ് ഏജൻറ്റ് ഏതോ ആയിക്കോട്ടെ അതിൻ്റെ വേവ് ലെങ്ത്തിനെ, അതേപോലെ തന്നെ ന്യൂമറിക്കൽ അപ്പേർച്ചർ, അതായത് ലൈറ്റ് ഗ്യാതറിംഗ് എബിലിറ്റി ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ്. ഒരു ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ലൈറ്റ് ഗ്യാതറിംഗ് എബിലിറ്റി, അതിനെയാണ് നമ്മൾ ന്യൂമറിക്കൽ അപ്പേർച്ചർ എന്ന് പറയുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഫംഗ്ഷനാണ് ശരിക്കും റിസോൾവിങ് പവർ ഓഫ് മൈക്രോസ്കോപ്പ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ആകെ തുകനെ തന്നെ നമ്മൾ റിസോൾവിങ് പവർ ഓഫ് മൈക്രോസ്കോപ്പ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു വേവ് ലെങ്ത്, അതായത് ഷോർട്ടർ ദി വേവ് ലെങ്ത് ഗ്രേറ്റർ വുഡ് ബി ദ ന്യൂമറിക്കൽ അപ്പേർച്ചർ ആൻഡ് ഹയർ വുഡ് ബി ദ റിസോൾവിങ് പവർ. അതായത് വേവ് ലെങ്ത് എന്ന് പറഞ്ഞത് കുറയുകയാണെങ്കിൽ അപ്പോൾ എന്ത് സംഭവിക്കും, അവിടെ ന്യൂമറിക്കൽ അപ്പേർച്ചർ എന്ന് പറയുന്നത് കൂടും. ന്യൂമറിക്കൽ അപ്പേർച്ചർ കൂടുന്നു, അതുവഴി റിസോൾവിങ് പവർ എന്ത് ചെയ്യുന്നു, ഹൈ ആയിട്ട് മാറുന്നു. വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ ലൈറ്റ് ആയിക്കോട്ടെ കുറവാണെങ്കിൽ റിസോൾവിങ് പവർ എന്തായിരിക്കും, ഹൈ ആയിരിക്കും. ഇനി റിസോൾവിങ് പവർ ക്യാൻ ബി ഇൻക്രീസ്ഡ്. അപ്പോൾ റിസോൾവിങ് പവർ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ബൈ ഡിക്രീസിങ് ദ ന്യൂമറിക്കൽ ബൈ ഡിക്രീസിങ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. ഒന്നെങ്കിൽ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷനെ നമ്മൾ കുറയ്ക്കുക, അല്ലെങ്കിൽ ഇൻക്രീസിങ് ന്യൂമറിക്കൽ അപ്പേർച്ചറിനെ ഇൻക്രീസ് ചെയ്യുന്നത് വഴി അല്ലെങ്കിൽ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷനെ ഡിക്രീസ് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസോൾവിങ് പവറിനെ നമ്മൾക്ക് ഹയർ ആക്കാൻ പറ്റും. ഇനി റിസോൾവിങ് പവർ ഓഫ് മൈക്രോസ്കോപ്പിനെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് ആബ്സ് ഫോർമുലയുണ്ട്. D = 0.61 λ/8
എൻ സൈൻ ആൽഫ. അതിൽ ഡി എന്ന് പറഞ്ഞാൽ റിസോൾവിങ് പവറാണ്. ലാംഡ എന്ന് പറയുന്നത് നമ്മളവിടെ യൂസ് ചെയ്യുന്ന ഇലുമിനേറ്റിംഗ് ഏജൻറ്റിൻ്റെ വേവ് ലെങ്ത്ത്. എൻ എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം ഇൻ ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ആൻഡ് ഒബ്ജക്റ്റീവ് ലെൻസ്. ഒബ്ജക്റ്റും ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഇടയിലുള്ള ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനാണ് നമ്മൾ എൻ എന്ന് വിളിക്കുന്നത്. ആൽഫ എന്ന് പറഞ്ഞാൽ ദ ഹാഫ് ആംഗിൾ ഓഫ് ലൈറ്റ് കോൺ ദാറ്റ് എൻ്റർ ദ ഒബ്ജക്റ്റീവ് ലെൻസ് ആഫ്റ്റർ ഇലുമിനേറ്റിംഗ് ദ ഒബ്ജക്റ്റ്. അതായത് ലൈറ്റ് സോഴ്സിൽ നിന്ന് എങ്ങോട്ട് വരും? ആദ്യം ഒബ്ജക്റ്റിലോട്ട് ലൈറ്റ് വരുന്നു, അതിനുശേഷം അത് ഒബ്ജക്റ്റീവ് ലെൻസിലോട്ട് പോകുന്നു. ആ ഒബ്ജക്റ്റീവ് ലെൻസിലോട്ട് എൻറ്റർ ചെയ്യുന്ന ഒരു കോണായിട്ടാണ് മിക്കവാറും ലൈറ്റ് എൻറ്റർ ചെയ്യുക. ഒരു കോൺ, അതിൻ്റെ ഹാഫ് ആംഗിൾ ഓഫ് ദി ലൈറ്റ് കോൺ ദാറ്റ് എൻറ്റർ ദി ഒബ്ജക്റ്റീവ് ലെൻസ്, അതിനെയാണ് ആൽഫ എന്ന് പറയുന്നത്. എൻ സൈൻ ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ന്യൂമറിക്കൽ അപ്പേർച്ചർ എന്ന് പറയാം. ലൈറ്റ് ഗ്യാതറിംഗ് എബിലിറ്റി ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ് 0.61 ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് മിനിമം ഡിഫറൻസ് ഇൻ ദ ഡിറ്റക്റ്റബിൾ കോൺട്രാസ്റ്റ് ആണ്. അതുപോലെ എൻ സൈൻ ആൽഫ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ന്യൂമറിക്കൽ അപ്പേർച്ചർ ആയതുകൊണ്ട് നമുക്ക് ആ ഫോർമുലേനെ എങ്ങനെ എഴുതാം? ഡി ഈസ് ഈക്വൽ ടു 0.61 ലാംഡ ബൈ ന്യൂമറിക്കൽ അപ്പേർച്ചർ എന്ന് എഴുതാം. ഓക്കെ, ലാംഡ ബൈ ന്യൂമറിക്കൽ അപ്പേർച്ചർ എന്ന് എഴുതാം. ദെൻ എന്താ പറഞ്ഞ ഇക്വേഷൻ എന്തായി മാറി? ഡി ഈസ് ഈക്വൽ ടു 0.61 ലാംഡ ബൈ എൻ സൈൻ ആൽഫ എന്നുള്ളത് ഡി ഈസ് ഈക്വൽ ടു 0.61 ലാംഡ ബൈ ന്യൂമറിക്കൽ അപ്പേർച്ചറായി. ഇനി റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ മെഷർ ഓഫ് എബിലിറ്റി ഓഫ് മൈക്രോസ്കോപ്പിൻ്റെ എബിലിറ്റിയാണ് ടു ഹൈലൈറ്റ് ദ ഫൈൻ ഡീറ്റെയിൽസ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൻ്റെ ഫൈൻ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും, അതിനെ ഹൈലൈറ്റ് ചെയ്യാനുള്ള മൈക്രോസ്കോപ്പിൻ്റെ എബിലിറ്റിനെ നമ്മൾ റെസൊല്യൂഷൻ എന്ന് വിളിച്ചു. സോ ദ റെസൊല്യൂഷൻ ഇംപ്രൂവ്, ദ വാല്യൂ ഓഫ് ഡി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. റെസൊല്യൂഷൻ ഇംപ്രൂവ് ചെയ്യുമ്പോൾ ഡീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ സ്മോളർ വാല്യൂ ഓഫ് ഡി അല്ലെങ്കിൽ ബെറ്റർ റെസൊല്യൂഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നത് ബൈ ഡിക്രീസിങ് ദി ലാംഡ അല്ലെങ്കിൽ ഇൻക്രീസിങ് ന്യൂമറിക്കൽ അപ്പേർച്ചർ. ഓക്കെ, അതായത് നമുക്കറിയാം ഡി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലാംഡയാണ്. അപ്പോൾ ലാംഡ ഡിക്രീസ് ചെയ്യുമ്പോൾ ഡി കുറയുന്നു. ന്യൂമറിക്കൽ അപ്പേർച്ചറുമായിട്ട് ഡി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ന്യൂമറിക്കൽ അപ്പേർച്ചർ എന്ന് പറയുന്നത് കുറയുമ്പോൾ ന്യൂമറിക്കൽ അപ്പേർച്ചർ എന്ന് പറയുന്നത് കുറയുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? ഡിയുടെ വാല്യൂ കൂടുന്നു. ഓക്കെ, അല്ലെങ്കിൽ ന്യൂമറിക്കൽ അപ്പേർച്ചർ കൂടുമ്പോൾ ഡിയുടെ വാല്യൂ കുറയുന്നു. ഓക്കെ, ഡിയുടെ വാല്യൂ കുറയാണ് വേണ്ടത് നമുക്ക്. അപ്പോൾ ന്യൂമറിക്കൽ അപ്പേർച്ചർ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ ഡിയുടെ വാല്യൂ അവിടെ ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ റിസോൾവിങ് പവർ ഓഫ് മൈക്രോസ്കോപ്പ് ഇത്രയാണ് ഉള്ളത്. ഇനി ഇപ്പം നമ്മൾ പാർട്ട് 1 ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് 6 പാർട്സും കൂടിയുണ്ട്. പാർട്ട് 6 കൂടെ നമുക്ക് 7 പാർട്ടായിട്ടാണ് നമ്മൾ ഈ വീഡിയോ മൊത്തം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ബാക്കിയുള്ള പാർട്ടുകളിൽ വരുന്നത് ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്പുകളാണ് വരുന്നത്. അതിൽ ബേസ്ഡ് ഓൺ എമിറ്റിംഗ് സോഴ്സ് ആണെങ്കിൽ സിമ്പിൾ മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആൻഡ് ഫ്ലൂറസൻ മൈക്രോസ്കോപ്പ് ആണുള്ളത്. ബേസ്ഡ് ഓൺ ദ ഇലക്ട്രോൺ ബീം ആണെങ്കിൽ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ബേസ്ഡ് ഓൺ ഫീൽഡ് ആണെങ്കിൽ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ്, ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് ആൻഡ് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്. ഇത്രയാണ് ടൈപ്സ് ഓഫ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് തുടർന്നുള്ള ഭാഗങ്ങളിൽ ഡിസ്കസ് ചെയ്യാം. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. Thank you.